ഹലോ ഗൈസ്, അപ്പം നമുക്കിന്ന് ഞാവൽപ്പഴം പറിക്കാൻ പോയാലോ? വേറെ എങ്ങുമല്ല, വീണ്ടും കുറച്ചടുത്ത് റെയിൽവേ പാളമൊക്കെ പോകുന്നത്. നിങ്ങളൊക്കെ ട്രെയിനിൽ പോവുകയാണെങ്കിൽ മൺട്രോത്തുരുത്തിൽ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ ഒരു പാലത്തിൻ്റെ മുകളിൽ കൂടെ കുറച്ച് വെള്ളമൊക്കെ കാണത്തില്ലേ? അതിൻ്റെ താഴെ നിന്നാണ് ഞങ്ങളിത് പിച്ചുന്നത്. പിച്ചിത് മാത്രമുണ്ട് എനിക്ക് ഓർമ്മ. എൻ്റെ പൊന്നോ, ഉറുമ്പും കൂടായിരുന്നു, മനുഷ്യനെ കടിക്കുന്നുണ്ട്. പിന്നെ ഇത് തിന്നാനുള്ള കൊതിയും. പിന്നെ ഇത് കുറേ നാളായി, ഏതാണ്ട് ഒരു 3-4 വർഷത്തിന് മുന്നെയാണ് തിന്നത്. പിന്നെ തിന്നിട്ടേ ഇല്ല, കാരണം അങ്ങനെ കിട്ടിയിട്ടില്ല. ഇത് ഞങ്ങളിങ്ങനെ റാൻഡമായിട്ട് അതുവഴി പോയപ്പോൾ ഇങ്ങനെ കണ്ടു. അപ്പം പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, വീട്ടിൽ പോയി കവറും തോട്ടി എല്ലാം എടുത്തുകൊണ്ട് വന്ന് നമ്മൾ ചെയ്തു. തോട്ടി വീട്ടിൽ നിന്നല്ല, കുറച്ചപ്പുറത്തെ വീട്ടിൽ നിന്ന് നമ്മൾ മേടിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ തകർത്തമായി പറിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് അത് കാണുമ്പോഴേ തിന്നാൻ തോന്നും. പിന്നെ അവിടെയൊക്കെ താഴെയൊക്കെ കുറച്ച് വീണാണ്ട് നമ്മൾ കഴുകി ഉപ്പൊക്കെ ഇട്ട് നല്ല രീതിയിൽ കഴുകിയിട്ടാണ് നമ്മൾ ചെയ്തത്. നമ്മളുടെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ജ്യൂസ് അടിക്കാമെന്ന. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഈ ഞാവൽപ്പഴം എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ അതിന് കുറച്ച് അതെന്താണെന്നൊക്കെ ഒന്ന് പറഞ്ഞു തരാം. ഇത് എന്തോത്തിനൊക്കെ ഉപയോഗിക്കുമെന്നും പറഞ്ഞുതരാം. ആദ്യം നമുക്ക് പറയാനുള്ളത്, ഇത് ഉഷ്ണ സമയത്ത് ഉണ്ടാകുന്നത് കൊണ്ടും നമുക്കിത് കഴിച്ചു കഴിഞ്ഞാൽ ദാഹശമനം ഉണ്ടാകും. ഓക്കെ. പിന്നെ രണ്ടാമത് പറയുന്നത് ഷുഗറുകാർക്ക് നല്ലതാണ്. കുറയാൻ ഷുഗർ ഉള്ളവർക്ക് ഇത് കഴിക്കുന്നത് നല്ലതാണ്, ഒരുപാട് നല്ലതാണ്. മനസ്സിലായോ? പിന്നെ പറയുന്നുണ്ട്, ഇതിൻ്റെ കുരു പൊടിച്ചെടുത്തിട്ട് വെച്ചിട്ട് ഉണക്കി പൊടിച്ചെടുത്ത് വെച്ചിട്ട് വെള്ളത്തിലിട്ട് കലക്കി കുടിച്ചാൽ നല്ലതാണ്. ഷുഗറുകാർക്ക് നല്ലതാണ്. ഓക്കെ, ഇത്രയും ഗുണമുണ്ട്. പിന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഓക്കെ. പിന്നെ നമ്മുടെ സ്കിന്നിന്, നമ്മുടെ ഇതൊക്കെ നമ്മുടെ പഴയ നാട്ടുപഴങ്ങളല്ലേ, ഇതൊക്കെ നമ്മൾ തിന്നേണ്ടത്. അതേ മക്കളെ, നമ്മൾ ജ്യൂസ് അടിക്കാൻ പോവാണ്. കാരണം ഇതിൻ്റെ ജ്യൂസ് അങ്ങനെ ഒന്നും അധികം എല്ലാവരും ഒന്നും കുടിച്ചിട്ടുണ്ടാകത്തില്ല. കാരണം അത്രയും ബൾക്കായിട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കങ്ങ് ബൾക്കായിട്ട് കിട്ടിയെന്നല്ല, എന്നാലും അത്യാവശ്യത്തിന് കിട്ടി. കുറച്ച് ഉറുമ്പിൻ്റെ കടിയൊക്കെ കൊണ്ടിട്ടായാലും കഷ്ടപ്പെട്ട് നമ്മൾ പിച്ച് ചെയ്താണ്. അപ്പം നല്ല രീതിയിലൊരു ജ്യൂസ് അടിക്കാമെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ കുരുവെല്ലാം കളഞ്ഞ് അതിനകത്തുനിന്ന് അതിൻ്റെ പൾപ്പ് മാത്രം എടുത്ത് മിക്സിക്കകത്തിട്ട് അടിച്ചിട്ട് അത് നമ്മൾ അരിക്കൊന്നും ചെയ്തില്ല. ഞങ്ങൾ ഷുഗറും ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ ഭയങ്കര ഹെൽത്തൊക്കെ നോക്കുന്ന ആളുകളാണ്. ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതിനകത്ത് സോഡ ഒഴിച്ച് കുറച്ച് ചാറ്റ് മസാല എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ചാറ്റ് മസാല ഇല്ലാതെ കുടിച്ചാലും ഓക്കെയാണ്. ചാറ്റ് മസാല ഇട്ടാൽ കുറച്ചും കൂടെ നല്ലതാണ്. അങ്ങനെ ഇട്ട് കുടിച്ച് എല്ലാവർക്കും ഇഷ്ടമായി.